ഭാഗം 22 ശിശിരം. രചന അവതരണം മിത്രവിന്ദ. തൻ്റെ കൂട്ടുകാരനായ രാഹുലിനെ വിളിച്ച് വീട്ടിൽ ചെന്നിട്ട് കാർ എടുത്തുകൊണ്ട് വരാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നു. നകുലൻ അപ്പോഴേക്കും അമ്മയുടെ കയ്യിൽ താക്കോലുണ്ടെന്നും അതും മേടിച്ചു വന്നാൽ മതിയെന്നുമൊക്കെ നകുലൻ കൂട്ടുകാരനെ അറിയിച്ചു. ഫോൺ കട്ടാക്കിയ ശേഷം അമ്മയോടും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മുനെ കൂട്ടി ബൈക്കിൽ പോകാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് അവൻ കാർ എടുപ്പിച്ചത്. അമ്മ കുളിച്ചിറങ്ങി വന്നിട്ട് നകുലിന് കഴിക്കാൻ കൊടുത്തു. നീ കഴിക്കാൻ വരുന്നില്ലേ? എനിക്കിപ്പോൾ വേണ്ട, നകുലേട്ടൻ കഴിച്ചോളൂ. ഒരു പ്ലേറ്റ് എടുത്തിട്ട് വാടി, എന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാൻ നോക്ക്, അവൻ കടുപ്പിച്ചു പറഞ്ഞു. വേണ്ടാഞ്ഞിട്ടാണ്. എന്നാ പിന്നെ ഇതൂടെ എടുത്തോ, ഞാനും വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം. അവൻ ഉപ്പുമാവിരുന്ന സ്റ്റീൽ പ്ലേറ്റ് ഒന്ന് നിരക്കി ശബ്ദമുണ്ടാക്കി. പിന്നീട് അമ്മവും വന്ന് അല്പം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഒപ്പമിരുന്ന് കഴിച്ചിട്ടേയില്ല, പെണ്ണിന് മടിയാ. ഇങ്ങനൊരു പൊട്ടിക്കാളി. വാ, കാണിച്ചു തരാം. നകുലൻ ഊറി ചിരിച്ചു. അമ്മു വേഗം ഇത്തിരി വാരി കഴിച്ചു, വെള്ളവും കുടിച്ചു. എന്നിട്ട് മുറിയിൽ കയറി വാതിലടച്ചു. അമ്മായി പറഞ്ഞതുകൊണ്ട് മാത്രം അവൾ സെറ്റ് കൊടുത്തത്. ഇനി പിണക്കം തോന്നണ്ടെന്ന് കരുതി. നകുലേട്ടാ, എൻ്റെ ഡ്രസ്സൊന്നും ഇപ്പം എടുക്കണ്ടെന്ന് അമ്മായി പറഞ്ഞു. നകുലേട്ടൻ കുറച്ച് കഴിഞ്ഞ് ഒന്ന് വന്ന് എടുത്തുകൊണ്ട് തരുമോ? എനിക്ക് മാറി ഉടുക്കാൻ വേറെ ഒന്നുമില്ല. അമ്മുവിൻ്റെ ശബ്ദം കേട്ട് നകുലൻ തിരിഞ്ഞു നോക്കി. കരിപ്പച്ച കരയും ഒപ്പം കസവും ചേർന്നുള്ള ഒരു സെറ്റും കൊണ്ട് ഉടുത്തു നിൽക്കുന്ന അമ്മുവിനെ അവൻ ഒന്ന് നോക്കി. യാതൊരു ചമയങ്ങളും ആ മുഖത്തില്ല. ആകെ കൂടിയുള്ളത് താൻ അണിയിച്ച താലിമാല കഴുത്തിൽ കിടക്കുന്നത് മാത്രം, ഒപ്പം ചെറിയ 2 ജിമിക്കി കമ്മലും. നകുലൻ്റെ നോട്ടം കണ്ട് അമ്മു അകത്തേക്ക് പോയി. ആ, നിനക്ക് വേണ്ടതൊക്കെ എടുത്തൊരു ബാഗിൽ വെക്ക്, ഞാൻ വന്നിട്ട് എടുത്തോളാം, നകുലൻ വിളിച്ചു പറഞ്ഞു. വൈകാതെ ഇരുവരും കൂടി വീട് പൂട്ടി ഇറങ്ങി. സമയം അപ്പോൾ 9:30 കഴിഞ്ഞു. അമ്മൂട്ടിയെ, സതിയമ്മ വിളിക്കും പോലെ അമ്മുവിന് തോന്നി. അവൾ അമ്മയുടെ കുഴിമാടത്തിലെത്തി അവിടെ മുട്ടുകുത്തിയിരുന്ന് കുമ്പിട്ടു. അമ്മേ, എൻ്റെ അമ്മയെ തനിച്ചാക്കി പോവാ, വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു. നകുലം ഒന്ന് അമ്മുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പേ, ഞാൻ അത്ര വലിയ പുണ്യാളനൊന്നും അല്ല, എന്നാലും ഇവക്കൊരു കുറവും വരുത്താതെ ഞാൻ നോക്കും. പിന്നെ അപ്പയുടെ മോക്ക് എന്നെ കാണുമ്പോൾ ഒരു എല്ല് കൂടുതലാ, അതറിയാലോ അപ്പയ്ക്ക്. അതുകൊണ്ട് ഇവളോട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോളാൻ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അപ്പയുടെ അനുഗ്രഹം എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നറിയാം. കൂടെ ഉണ്ടായാൽ മാത്രം മതി കേട്ടോ. അമ്മുവിനെ തന്നോട് ചേർത്ത് നിർത്തി നകുലൻ സതിയെ അടക്കം ചെയ്ത ഇടത്തേക്ക് നോക്കി പറഞ്ഞു. നീ എവിടെ പോയാലും നിന്റെ അമ്മ കൂടെ കാണും, അതുകൊണ്ട് കരയാതെ വരാൻ നോക്ക്. അപ്പോഴേക്കും രാഹുലും അക്കരെ എത്തി. ഇരുവരും കൂടി അവിടേക്ക് ചെന്നു. കാറിലായിരുന്നു വീട്ടിലേക്ക് പോയത്. അവർ പോകുന്നത് ഒരുവൻ ജനാലയിലൂടെ നോക്കി നിൽപ്പുണ്ട്. മനസ്സുകൊണ്ട് 1000 തവണ അമ്മുവിനോട് മാപ്പും പറഞ്ഞു. ഏത് നശിച്ച നേരത്തായിരുന്നു തനിക്ക് അങ്ങനെയൊക്കെ ആ പാവത്തിനോട് കാട്ടിക്കൂട്ടാൻ തോന്നിയത്? ഒരിക്കലും തനിക്ക് സ്വന്തമാകില്ലെന്നറിയാമായിരുന്നു. എന്നിട്ടും അവൻ്റെ മിഴികൾ നിറഞ്ഞു. കവലയിലെത്തിയപ്പോൾ നകുലം വണ്ടി നിർത്തി. അമ്മു പെട്ടെന്ന് മുഖം തിരിച്ചൊന്നു നോക്കി. ഇപ്പം വരാം, 1 മിനിറ്റ്. അവനൊരു കടയിലേക്ക് പോയി പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്തു. എന്നിട്ട് വണ്ടി മുന്നോട്ടെടുത്തു. വീണ്ടും ഒരൊഴിഞ്ഞ സ്ഥലം എത്തിയപ്പോൾ അവൻ വണ്ടി നിർത്തി. അല്പം മുൻപ് താൻ വാങ്ങിയ കവറെടുത്തു. അത് പൊട്ടിച്ച് ഒരു സിന്ദൂരമായിരുന്നതിൽ, കൂടെ ഒരു പൊട്ടും ചാന്തും കൺമഷിയും ഒക്കെയുണ്ട്. ഞാൻ കെട്ടിത്തന്ന ഈ താലി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട് അമ്മൂസേ. പക്ഷേ നിന്റെ സീമന്തം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് അത് ശരിയല്ലല്ലോ. പറഞ്ഞുകൊണ്ട് അവൻ അല്പം സിന്ദൂരമെടുത്ത് അവളുടെ നെറുകയെ തൊട്ടു. ഒരു സ്റ്റിക്കർ പൊട്ടെടുത്ത് അവളുടെ നെറ്റിയിലും ഒട്ടിച്ചു. ചുന്ദരി ആയല്ലോടി, ഇങ്ങോട്ട് നോക്കിക്കേ. അവൻ അവളെ പിടിച്ച് തിരിച്ചു. അമ്മു പക്ഷേ നകുലിനെ നോക്കുക പോലും ചെയ്തില്ല. ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അവൻ ഡ്രൈവ് ചെയ്തു പോയി. 10:40 ആയപ്പോൾ വണ്ടി ചെന്ന് നകുലിൻ്റെ മുറ്റത്ത് നിന്നു. അമ്മു പതിയെ മുഖമുയർത്തി നോക്കി. തൻ്റെ അമ്മ ജനിച്ചു വളർന്ന വീട്.
10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ മുറ്റത്ത് ശ്രീചേച്ചിയുടെ കല്യാണം പ്രമാണിച്ച് വീട് പിന്നെയും മൂടി പിടിപ്പിച്ചതാവും. ബിന്ദുവും ശ്രീജയും ഉമ്മർത്ത് നോക്കി നിൽപ്പുണ്ട്. ഇറങ്ങു പെണ്ണെ, ഇനിയുള്ള കാലം നമുക്കിവിടെ കൂടാടി. നകുലൻ്റെ ശബ്ദം കേട്ടതും അമ്മു ഒന്ന് ഞെട്ടി. ശ്രീജ വന്നിട്ട് ഡോർ തുറന്നു കൊടുത്തു. അമ്മു അല്പം പതർച്ചയോടെ അവളെ നോക്കി ചിരിച്ചു. അമ്മു, ഇവിടെ നിൽക്കുക കേട്ടോ, അമ്മ നിലവിളക്കെടുക്കാൻ പോയിട്ടുണ്ട്. ശ്രീജ പറഞ്ഞതും അമ്മു വെറുതെ തലയാട്ടി. അവളുടെ കയ്യിലിരുന്ന് പാറക്കുട്ടി കുതിറിപ്പിടഞ്ഞു. ദേ, ഇതാരാടാ, നോക്കിയേ, നിന്റെ അമ്മായിയാണ് കേട്ടോ, വിളിച്ചേ അമ്മായിന്ന്. ശ്രീജ പറയുന്ന കേട്ട് നകുലൻ ചിരിച്ചു. പാർക്കുട്ട, ചിറ്റേന്ന് വിളിച്ചാൽ മതി കേട്ടോ, നിന്റെ അമ്മയ്ക്ക് വേറെ പണിയില്ല. അപ്പോഴേക്കും ബിന്ദു നിലവിളക്കുമായി വന്നു. അമ്മു, ഇത് പിടിച്ച് ഐശ്വര്യമായിട്ട് കയറി വന്നേ മോളെ. അവർ പറഞ്ഞതും അമ്മു മുന്നോട്ട് വന്നു. ബിന്ദുവിൻ്റെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങി. നകുലനോട് ചേർന്ന് അവൾ ഉമ്മറത്തേക്ക് കയറി. പ്രാർത്ഥിച്ച ശേഷം വിളക്ക് കൊണ്ടുപോയി പൂജാമുറി വെച്ച് തൊഴുതു. പിന്തിരിഞ്ഞു വന്നപ്പോൾ നകുലൻ കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിൽപ്പുണ്ട്. അമ്മു, വാ മോളെ, ഇവിടെ ഇരിക്കുക. ബിന്ദു സ്നേഹത്തോടെ അവളെ കൂട്ടിക്കൊണ്ടുപോയി സെറ്റിയിലിരുത്തി. പാലും പഴവും എടുത്തുകൊണ്ട് വന്നത് ശ്രീജയായിരുന്നു. നകുലൻ അടുത്തേക്ക് വന്നിരുന്നപ്പോൾ ഇരുവർക്കും മധുരം കൊടുത്തു. ഒന്നും മിണ്ടാതിരിക്കുകയാണ് അമ്മു. അവളുടെ മാനസിക സംഘർഷം അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതലായിട്ട് ആരും ഒന്നും ചോദിക്കാനും പറയാനും തുനിഞ്ഞില്ല. ബിന്ദുവും ശ്രീജയും ചേർന്ന് അടുക്കളയിൽ സദ്യ ഉണ്ടാക്കുവാനുള്ള തിരക്കിലാണ്. മോളെ, ദേ, ഈ ചുരിദാർ പാകമാവോ നോക്കി. ഇവളെ വിട്ടേ, ഞാൻ ആ സിറ്റി ഷോപ്പിൽ നിന്ന് മേടിപ്പിച്ചതാ. ഒന്ന് ഷേപ്പാക്കി വിട്ടിട്ടുണ്ട്, ഇട്ട് നോക്കിയിട്ട് നീ പറഞ്ഞാൽ മതി. ബിന്ദു ഒരു കവർ കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു. അമ്മു അത് മേടിക്കുകയും ചെയ്തു. നകുല, മോളെയും കൂട്ടി മുറിയിലേക്ക് ചെല്ല്, ഈ ഡ്രസ്സൊക്കെ മാറ്റട്ടെ. പറയുന്നതിനൊപ്പം ബിന്ദു അടുക്കളയിലേക്ക് നടന്നു. നകുലൻ്റെ പിന്നാലെ അമ്മു മുകളിലേക്കുള്ള സ്റ്റെപ്സ് ഒന്നൊന്നായി കയറിപ്പോയി. നേരെ ചെല്ലുമ്പോൾ ഇടതുവശത്തെ ആദ്യത്തെ റൂം അതായിരുന്നു നകുലിൻ്റേത്. അവൻ അടഞ്ഞു കിടന്ന വാതിൽ പതിയെ തുറന്നു. മടിച്ചു നിൽക്കുന്ന അമ്മുവിനെ അവൻ ഒന്ന് നോക്കി. പെട്ടെന്ന് നകുലൻ അവളുടെ വലങ്കയിൽ പിടുത്തമിട്ടു. കയറി വാടി, ഒന്നുമില്ലേലും നിന്റെ കെട്ടിയോനല്ലേ കൂടെയുള്ളത്. കാതോരം അവൻ്റെ ശബ്ദം കേട്ടതും അമ്മു പെടഞ്ഞുകൊണ്ട് മുഖമുയർത്തി. ദേ, 5-6 പിള്ളേരെ പെറ്റുവളർത്തേണ്ട ആളാ, ഇങ്ങോട്ട് വാടി. ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അമ്മു ചുണ്ട് കൂർപ്പിച്ച് ആ മുഖത്തേക്ക് നോക്കി. ഓ, ഈ പെണ്ണിൻ്റെ ഒരു നോട്ടം. ഇനി നടന്നു വരാൻ ബുദ്ധിമുട്ടാണേ, ഞാൻ എടുക്കാം. കണ്ണ് ചിമ്മി തുറക്കും മുന്നേ അമ്മു ഒന്ന് ഉയർന്നു പൊങ്ങി. നകുലേട്ട, വിട്ട് ആരെങ്കിലും കാണും. അവൾ അവൻ്റെ തോളിൽ കിടന്ന് കുതിറി. അപ്പോഴേക്കും അവൻ അകത്ത് കയറിയ ശേഷം തിരിഞ്ഞു വന്ന് വാതിലടച്ചു. എന്നിട്ട് ഒരു കൈകൊണ്ട് കുറ്റിയിട്ടു. ദേ, ഞാൻ അമ്മയെ വിളിക്കും, എന്നെ താഴെ ഇറക്കുന്ന നകുലേട്ട. അവൾ അവൻ്റെ തോളത്ത് ശക്തിയിലിടിച്ചു. ശോ, പിന്നെ മെലിഞ്ഞു കേട്ടോ, ഇന്നലെ ഇത്തിരി കൂടി കനമുണ്ടായിരുന്നു. അമ്മുവിനെ താഴെ നിർത്തിക്കൊണ്ട് നകുലൻ പറഞ്ഞു. എന്നെ ഇങ്ങനൊന്നും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഇനി മേലെ ഇതൊന്നും ആവർത്തിക്കരുത്. അവൾ അവനെ നോക്കി പേടിപ്പിച്ചു. ഓ, ഉത്തരവ് മഹാറാണി, അടിയൻ അങ്ങയുടെ കൽപ്പന സ്വീകരിച്ചിരിക്കുന്നു. നകുലൻ തൻ്റെ ഷർട്ട് ഊരി മാറ്റി. എന്നിട്ട് ബനിയൻ മാത്രം ഇട്ടുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. താടിയൊക്കെ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് ഒരു പുരികം മേൽപോട്ടുയർത്തി. അമ്മു ആണെങ്കിൽ കട്ടിലിൻ്റെ ക്രാസയിൽ പിടിച്ചുകൊണ്ട് അനങ്ങാതെ നിൽക്കുകയാണ്. വല്ലാത്ത പിരിമുറുക്കത്തിലായിരുന്നു അവൾ. ഡി പെണ്ണെ, ഈ വേഷമൊക്കെ മാറ്റി താഴേക്ക് ചെല്ല്. എന്നിട്ട് അമ്മായിയമ്മയും നാത്തൂനെയൊക്കെ നീ അടുക്കളയിൽ സഹായിക്കാൻ നോക്ക്. അമ്മുവിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് നകുലൻ പറഞ്ഞു. പെട്ടെന്ന് അവൾ അവൻ്റെ കൈ വിടുവിച്ചു. നകുലേട്ടനൊന്ന് ഇറങ്ങിപ്പോയി, ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റട്ടെ. അമ്മു ഗൗരവത്തിൽ പറഞ്ഞു. അതെന്താ, നകുലേട്ടൻ കാണാൻ പാടില്ലാത്തത് എന്തേലും ഇതിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അവൻ അമ്മുവിൻ്റെ വയറിൽ ഒന്ന് തോണ്ടാൻ വന്നതും പെട്ടെന്ന് അവൾ പിന്നോട്ട് നിന്നു. ഇത് നകുലേട്ടാ, വേണ്ട കേട്ടോ, എനിക്കിതൊന്നും. അവൾ പൂർത്തിയാക്കും മുന്നേ നകുലൻ ആ വായ പൊത്തി. വേണ്ടാത്ത വർത്താനൊന്നും പറയാതെ പെണ്ണേ, ഞാൻ പോയേക്കാം. അവൻ അമ്മുവിനെ ഉമ്മ വയ്ക്കും പോലെ കാണിച്ചുകൊണ്ട് വാതിൽ തുറന്നു. അമ്മു ആശ്വാസത്തോടെ നെഞ്ചി കൈവച്ചുകൊണ്ട് ബെഡിലിരുന്നു.
എന്നിട്ട് മുറിയിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിച്ചു. പണ്ടും ഇത് തന്നെയായിരുന്നു നകുലേട്ടൻ്റെ മുറിയെന്ന് അവൾ ഓർത്തു. ഒരിക്കൽ പോലും താൻ ഇവിടേക്ക് കയറി വന്നിട്ടില്ല. അമ്മായിയുടെ വഴക്കും ചീത്തവിളിയും കേട്ടുകൊണ്ട് താനും അമ്മയും കൂടി ഇവിടെ കഴിഞ്ഞതെല്ലാമാണ് അവക്കപ്പോൾ ഓർമ്മ വന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറിയാണ്. ഡബിൾ കോട്ടിൻ്റെ ഒരു കട്ടിലും പിന്നെ മേശയും കസേരയും അലമാരയും ഒക്കെ കിടപ്പുണ്ട്. അമ്മ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. ഇട്ടിരുന്ന വേഷം മാറ്റി ബിന്ദുവുമായി വാങ്ങിയ ചുരിദാർ എടുത്തിട്ടു. ആ മോളെ, ഇത് കുഴപ്പമില്ലല്ലോ അല്ലേ? ചുരിദാറിലേക്ക് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി വന്ന ശ്രീജ അവളോട് പറഞ്ഞു. കൃത്യമാണ് ചേച്ചി, അമ്മായി ഷേപ്പ് ചെയ്ത് വെച്ചോണ്ടേ. കുറച്ച് സാധനങ്ങളൊക്കെ അമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതാ, ഇത് നോക്ക്. ശ്രീജ അലമാര തുറന്നു. അതിൽ 2 നല്ല ചുരിദാർ കൂടി ഇരിപ്പുണ്ട്, ഒപ്പം ഇന്നേഴ്സും. ഇതൊക്കെ കൂടി ഒന്ന് നോക്ക് കേട്ടോ, ഇല്ലെങ്കിൽ മാറിയെടുക്കാം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൗൺ വരെ ഒന്ന് പോകാന്നേ. നകുലനും അമ്മയും കൂടി എന്തൊക്കെയോ വാക്പോര് നടത്തുന്നത് കേട്ടുകൊണ്ട് അമ്മ ശ്രീജയോടൊപ്പം താഴേക്ക് ഇറങ്ങി വന്നു. എൻ്റെ അമ്മ പറയുന്നതൊന്നും കേട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ജോലിക്ക് പോകണം. പുതിയ കമ്പനിയിലേക്ക് ഇനി കയറാൻ പോകുന്നത്. തുടങ്ങും മുന്നേ എനിക്ക് അവരോട് ലീവ് ചോദിക്കാൻ പറ്റുമോ? പിന്നെ അല്ലാതെങ്ങനെ? ഒരു പെൺകൊച്ചിനെയും കൊണ്ട് എന്നിങ്ങോട്ട് കയറി വന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഇറങ്ങി പോകാനോ? അതൊന്നും നടക്കില്ല നകുല. ഇതെന്തോന്ന് ഇടപാടാ? അമ്മേ, ഇന്ന് പോയിട്ട് മറ്റന്നാൾ ഞാൻ വരും. പിന്നെ തിങ്കളാഴ്ച കാലത്തെ പോകാം. അല്ലാതെ അമ്മ പറയും പോലെ എനിക്ക് ലീവൊന്നും പറ്റില്ല. എടാ, നിനക്ക് ഈ കുടുംബത്തിലെ കാര്യമൊക്കെ നോക്കി നടത്തിയാൽ പോരെ? നാണമില്ലേ നിനക്ക് വല്ലവൻ്റെ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കാൻ? അമ്മയും മകനും സംസാരിച്ച് നിന്നപ്പോൾ ശ്രീജയുടെ ഒപ്പം അമ്മു അടുക്കളയിലേക്ക് വന്നു. അമ്മു വെറുതെ നിൽക്കുന്നത് കണ്ട് നകുലൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് നാളികേരം ചിരകാൻ വേണ്ടി എടുത്ത അമ്മ എടുത്തു വെച്ചിരുന്ന തേങ്ങ എടുത്ത് അവൻ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. മടിച്ചു നിൽക്കാതെ അമ്മായിക്ക് അങ്ങോട്ട് ചിരകി കൊടുക്കാം മൂസെ. അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി. താൻ ചെയ്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജി അത് മേടിക്കാൻ തുടങ്ങിയെങ്കിലും അമ്മു അത് തടഞ്ഞു. അവിയലും സാമ്പാറും പുളിശ്ശേരിയും തോരനും മെഴുക്കുപുരട്ടിയും ഇഞ്ചിപ്പുളിയും പപ്പടവും പായസവും ഒക്കെ ഉച്ചയായപ്പോൾ റെഡിയായിരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് തൂശനിലയിൽ ആഹാരം കഴിച്ചു. നകുലൻ ഇന്ന് തന്നെ മടങ്ങണം. ആ ഒരു വിഷമത്തിലായിരുന്നു ശ്രീജയും അമ്മയും ഒക്കെ. അവൻ തൻ്റെ തുണികളൊക്കെ അടുക്കി പെറുക്കി ബാഗിൽ വെച്ചു. അപ്പോഴാണ് അമ്മു അവൻ്റെ അരികിലേക്ക് വന്നത്. അമ്മു, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടെങ്കിൽ താഴെ ശ്രീജയുടെ കൂടെ കിടന്നോളൂ. ഞാൻ അവളോട് പറഞ്ഞോളാം. നകുലേട്ടൻ പറയൊന്നും വേണ്ട. അത് അപ്പോഴത്തെ സാഹചര്യം പോലെ ഞാൻ ചെയ്തോളാം. ഇഷ്ടം പോലെ ചെയ്തു. എനിക്കിപ്പോൾ ഇറങ്ങണം, ഇല്ലെങ്കിൽ ഒരുപാട് ലേറ്റാകും എറണാകുളത്ത് എത്തുമ്പോൾ. അവൻ പിന്നെയും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. കൂടെ അവളോട് സംസാരിക്കുന്നുമുണ്ട്. നീ നാളെ ശ്രീജയും കൂട്ടി വീട്ടിലേക്ക് പോയാൽ മതി. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് പോരെ. നകുലം പെട്ടെന്ന് വാഷ്റൂമിൽ പോയി ഒന്നുകൂടി ദേഹം കഴുകി ഇറങ്ങി വന്നു. തല കുളിച്ചില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരും. അവൻ ടർക്കി കൊണ്ട് ദേഹമൊക്കെ നന്നായി തുടയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഷർട്ടും പാൻറ്റും എടുത്തിട്ടു. അമ്മു അപ്പോൾ ജനാലയിൽ കൂടി വെളിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഡി, കഴിഞ്ഞു കേട്ടോ, ഇനി ഇങ്ങോട്ട് നോക്കിയോ? അവളോട് നോട്ടവും നിൽപ്പും കണ്ടപ്പോൾ അവന് ചിരി വന്നു. ഫോണും ചാർജറും എടുത്തു വെച്ച് ലാപ്ടോപ്പ് കൂടി എടുത്തിട്ട് നകുലൻ പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അത് അവൻ നിലത്തേക്ക് വെച്ചു. എന്നിട്ട് തൻ്റെ പിന്നിൽ നിന്നവളെ ആഞ്ഞൊന്ന് പുൽകി. തുടരും.